കണ്ണൂർ കൂടാളികുമ്പത്ത് 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബാംഗ്ലൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാറാണ് മരത്തിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയത്. അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അലവിൽ സ്വദേശിയായ ഷാൻ തന്റെ കൂട്ടുകാരുമൊത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് വൈകിട്ട് പുറപ്പെട്ട സംഘം വീട്ടിലെത്താൻ അരമണിക്കൂർ മാത്രം ശേഷിക്കെയാണ് അപകടമുണ്ടായത്. 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒരാൾ അപകട സ്ഥലത്ത് വെച്ചും 3 പേർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്നലെ അർദ്ധരാത്രി 11:20 അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ വഴിയരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. ശബ്ദം കെട്ടെത്തിയ പരിസരവാസികളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെത്തിച്ചത്. കാർ ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണോ അപകട കാരണമെന്ന് പരിശോധിക്കുന്നുണ്ട്. വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾക്കിടെയാണ് ഷാനിന്റെ ബന്ധുക്കൾ വിവരം അറിയുന്നത്. ഷാനും സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുകയാണ്. ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടിയതായിരുന്നു. കണ്ണൂർ അലവിൽ സ്വദേശിയായ ഷാനിന് പുറമെ നീലേശ്വരം സ്വദേശികളൊരാൾ അപകടത്തിൽ മരിച്ചു. മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റു. മറ്റു 2 പേർ ന്യൂഡൽഹി, ഹൈദരാബാദ് സ്വദേശികളാണ്. മരിച്ച എല്ലാവരും ബാംഗ്ലൂരു BMS കോളേജിൽ നിന്ന് BTech എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയവരാണ്. കണ്ണൂർ അലവിൽ കോളനി ഗേറ്റ് മന്നത്തിൽ മൊയ്തീന്റെയും ഷംന സിറാജിന്റെയും മകനായ ഷാൻ സിറാജ, നീലേശ്വരം മടിക്കൈ കണ്ടം കുട്ടിച്ചാൽ സ്വദേശി റിസ്വാൻ എന്നിവരാണ് മരിച്ച മലയാളികൾ. ന്യൂഡൽഹി സ്വദേശി പരം ഛേത്രി, ഹൈദരാബാദ് സ്വദേശി ഹർഷ് സത്തൂരി എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ അലവിലേക്ക് ഷാന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവർ സഞ്ചരിച്ച ഹോണ്ട സിറ്റി കാറാണ് ഇന്നലെ രാത്രി 11:20 മരത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ സ്വദേശി ആദിത്യ കൃഷ്ണദീപിനെ കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ പരം ഛേത്രിയാണ് കാർ ഓടിച്ചിരുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മട്ടന്നൂർ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കനത്ത മഴയും കാറിന്റെ അമിത വേഗതയും അപകടത്തിന് ഇടയാക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം.